വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ ഹാജരാകാനാണ് നിർദ്ദേശം. സ്ട്രോങ് റൂം തുറക്കുന്ന സമയത്ത് തന്നെ എത്തണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത ദ്വാരപാലക ശില്പപാളികളാണ് നാളെ പരിശോധിക്കുന്നത്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, നിർണായകമായ പരിശോധന നടത്തുമ്പോൾ അവിടെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകണം എന്നതാണ് അമിക്കസ് ക്യൂറിയുടെ ആവശ്യം. വിശദാംശങ്ങൾ എന്താണ്? എത്രത്തോളം നിർണായകമായിരിക്കും ഈ പരിശോധനകൾ? വിനിത, നാളെ രാവിലെ സന്നിധാനത്തെത്താനാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമിക്കസ് ക്യൂറിയായ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ പറയുന്നത് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത ദ്വാരപാലക ശില്പത്തിന്റെ 12 പാളികളുടെ പരിശോധന നാളെ നടക്കും. ആ സമയത്ത് അവിടെ പോറ്റി ഹാജരായിരിക്കണം എന്നതാണ് നോട്ടീസിൽ പറയുന്നത്. പോറ്റിക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിനും ഇത് സംബന്ധിച്ച രേഖാമൂലമുള്ള കഴിഞ്ഞ ദിവസം വാക്കാൽ പറഞ്ഞു. ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ 2 പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുമെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചു മറുപടി നൽകിയിട്ടുണ്ട്. അവരുടെ ലീഗൽ അഡ്വൈസറും ഒപ്പം ചെന്നൈയിൽ നിന്നുള്ള ഒരു സാങ്കേതിക വിദഗ്ധനുമായിരിക്കും പങ്കെടുക്കുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം അദ്ദേഹത്തിന്റെ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന അഭിഭാഷകനായിരിക്കും എത്തുക. ദ്വാരപാലക ശില്പത്തിന്റെ 14 പാളികളിൽ 12 പാളികളാണ് വീണ്ടും അവിടെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത്. ആ 12 പാളികളിൽ 8 പാളികളിൽ വെറുതെ അതൊന്ന് മിനുക്കിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ് സ്മാർട്ട് ക്രിയേഷൻ അറിയിച്ചിരിക്കുന്നത്. ബാക്കി 4 പാളികളിലാണ് പൂർണ്ണമായും അറ്റകുറ്റപ്പണി നടത്തിയത്. അതായത് A to Z സ്വർണം പൂശിയത് 12 പാളികളിൽ 4 പാളികൾ മാത്രമാണ്. ബാക്കി 8 പാളികളിൽ മിനുക്കുപണികൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്വർണം പൂശിയ കമ്പനിയോടും സ്പോൺസറിനോടും എത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിനിത, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും അവിടെ ഹാജരാകണം എന്നതാണ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നിർദ്ദേശം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരായേക്കില്ല എന്നതാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പകരം അഭിഭാഷകൻ എത്തിയേക്കും. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ആരാകും ഹാജരാവുക എന്നതുകൂടി അറിയണം. പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുകയാണ് സന്നിധാനത്തുനിന്ന്. പ്രവീൺ, ഇന്നിപ്പോൾ എവിടെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തിയത്? നാളെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രോങ് റൂം ഉൾപ്പെടെ പരിശോധന നടത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതിനിധി അഭിഭാഷകനൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അമിക്കസ് ക്യൂറിയുടെ തുടർ നീക്കങ്ങൾ? വിനീത, ഇപ്പോൾ പ്രധാനമായും ഈ സ്ട്രോങ് റൂമിലെ പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ നാളെയായിരിക്കും ആ നിർണായകമായിട്ടുള്ള ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അത് പരിശോധന വിധേയമാക്കുക. പ്രധാനമായും 3 കാലയളവിലെ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അമിക്കസ് ക്യൂറി പ്രത്യേകമായി പരിശോധിക്കും. ഒന്ന്, 98-ൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് അത് ദേവസ്വം രേഖകളിലുണ്ടോ, രജിസ്റ്ററിലുണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കും. മറ്റൊന്ന്, 2019-ൽ ഈ സ്പോൺസർ അവിടെ നിന്നും ഈ ദ്വാരപാല ശില്പങ്ങളുടെ പാളി കൊണ്ടുപോയപ്പോൾ അവിടെ എന്തെല്ലാം രേഖകൾ സൂക്ഷിച്ചിരുന്നു, സ്വർണത്തിന്റെ അളവ് എത്രയാണ്, ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ അത് ചെമ്പാണ് എന്ന് എഴുതിയിരിക്കുന്നത്. 98-ലെ സ്വർണത്തിന്റെ കണക്ക് എത്രയാണ്, അതുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഈ രണ്ടാമത് കൊണ്ടുപോയപ്പോൾ 2019-ൽ കൊണ്ടുപോയപ്പോഴുള്ള അളവുകൾ പരിശോധിക്കും. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴുള്ള വിശദാംശങ്ങൾ, ഇങ്ങനെ 3 കാലയളവിലെ രേഖകൾ കൃത്യമായും അമിക്കസ് ക്യൂറി പരിശോധിക്കും. നാളെ ഏതായാലും നിർണായകമായിട്ടുള്ള ദ്വാരപാല ശില്പങ്ങളുടെ പാളികൾ സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടക്കുക. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4:45 ഇന്നത്തെ പരിശോധന അവസാനിക്കുമെന്നാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് പമ്പയിൽ നിന്നും അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. രാവിലെ 11 മണിക്ക് പരിശോധന ആരംഭിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഈ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ദേവസ്വം ബോർഡ് നൽകുമെന്നുള്ളതാണ്. ഇന്നും നാളെയുമായിട്ടാണ് പരിശോധന അത് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റന്നാൾ ഒരുപക്ഷെ ആറന്മുളയിലെ സ്ട്രോങ് റൂമും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്.